ഐഫിൽ ടവറിൻ്റെ ഡേ ടൈം വ്യൂയിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയർഡായി. അങ്ങനെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. ഇതൊരു പ്രോൺ സ്റ്റൈൽ ഫുഡാണ്. ഇത് ചിക്കനും കംസ് വിത്ത് റൈസ് ആൻഡ് സൂപ്പ്. ദെൻ വാട്ടർ ഈസ് എ സൂപ്പ്. ഇറ്റ്സ് എ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ദ ഫുഡ് വാസ് റിയലി നൈസ്. They had an amazing magic like an AI toilet as well. സോ അവിടുന്ന് വാക്ക് തുടങ്ങി. ഇതാണ് ഫ്ലെയിം ഓഫ് ലിബർട്ടി. അത് പിന്നെയും കണ്ടു. ഇവിടെയാണ് പ്രിൻസസ് ഡയാനയുടെ കാർ ആക്സിഡൻ്റ് ആയത്. ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് വാക്കുണ്ടായിരുന്നു ഐഫിൽ ടവറിലേക്ക്. ആ ഒരു വാക്ക് സീൻ റിവറിൻ്റെ തീരത്തുകൂടെയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്. രണ്ട് വശത്തും പെഡസ്ട്രിയൻസ് വേണ്ട. അപ്പോൾ നമുക്കതിലൂടെ നൈറ്റ് ലൈഫൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഐഫിൽ ടവർ ഒരു 15 മിനിറ്റ്സ് ബോറടിക്കാതെ ഒരു വാക്ക് ചെയ്യാൻ പറ്റും. ആ വാക്കിലൂടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും സീൻ നദിയിലൂടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ബോട്ട് സർവീസ് ഉള്ളത്. നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് റിക്വയർഡ് ആയിട്ടുള്ളൊരു ബോട്ട് സർവീസ് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ 11 o'clock സ്പാർക്ലിംഗ് ആണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇപ്പോൾ സ്പ്രിങ് ആയിക്കൊണ്ട് തന്നെ 8 o'clock ആണ് സൺസെറ്റ്. അപ്പോൾ 8 o'clock ഒരു സ്പാർക്ലിംഗ് ഉണ്ടാവും, 9 o'clock, 10 o'clock ആൻഡ് ലാസ്റ്റ് വൺ 11 o'clock ഫസ്റ്റ് 5 minutes ആയിരിക്കും അവർ സ്പാർക്ലിംഗ് ടേൺ ഓൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ലൈക്ക് 8 to 8:05 വരെ. നെക്സ്റ്റ് 9 o'clock, പിന്നെ 10 o'clock, പിന്നെ ലാസ്റ്റ് വൺ 11 to 11:05 വരെ. അങ്ങനെ അതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് സ്പാർക്ലിംഗ് ഓഫ് ആൻ ഐഫിൽ ടവർ ആൻഡ് മൈ ഫസ്റ്റ് വ്യൂ. അങ്ങനെ സ്പാർക്ലിംഗ് ഒക്കെ കണ്ട് അതിന് ശേഷം കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് റോഡ് ക്രോസ് ചെയ്ത് ബ്രിഡ്ജിൻ ക്രോസ് ചെയ്ത് അപ്പോഴത്തേക്കും അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു അത് ആക്ച്വലി അവിടെ ഓൾറെഡി ഉള്ളതാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ചെറിയൊരു ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ക്രെപ്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഡിഫറെൻറ്റ് വെറൈറ്റി ഫ്ലേവേഴ്സുള്ള ക്രെപ്സ് നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അവിടെ നടന്ന് ടോപ്പിലെത്തിയപ്പോഴത്തേക്കും നൈറ്റ് എല്ലാവരും ലൈവ് മ്യൂസിക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ ബാക്ക്ഗ്രൗണ്ട് ഐഫിൽ ടവർ വ്യൂ.